അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. എന്തുണ്ട് മക്കളെ വിശേഷം? സുഖം തന്നെയാണോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നു കേട്ടോ. വേറെ ഒന്നല്ല, എന്താ വെച്ചാൽ എന്നെപ്പോലെ വൈറ്റി സ്റ്റുഡിയോയിലേക്ക് ഏത് സമയവും പോയിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളെന്താ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നമ്മളൊക്കെ ചെറിയ കുറച്ച് സബ്സ്ക്രൈബറായിട്ട് മുമ്പോട്ട് പോകുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ കൂടിയോ എന്ന്, പിന്നെ കുറഞ്ഞോ, ചിലത് കുറയാറുണ്ട്, കുറഞ്ഞോ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ വാച്ച് ടൈം, ഇത് രണ്ടും ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 50 തവണയെങ്കിലും 50 പോരായിരിക്കും കേട്ടോ. ഞാൻ നോക്കുന്നുണ്ടാവും കേട്ടോ. എല്ലാവരും എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് നോക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ഇപ്പോൾ ഒരു 100 സബ്സ്ക്രൈബ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരെണ്ണം നിന്ന് കഴിഞ്ഞാൽ 101 സബ്സ്ക്രൈബ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ നോക്കലുണ്ട് കേട്ടോ ഇരുന്നിട്ട്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെങ്കിലും നോക്കണം എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് കേട്ടോ. കാരണം നമുക്ക് അതിങ്ങനെ കൂടുന്തോറും ഭയങ്കര സന്തോഷമല്ലേ ഉണ്ടാവുക. പിന്നെ വാച്ച് ടൈം കൂടുന്തോറും ഭയങ്കര സന്തോഷമായിരിക്കും. വാച്ച് ടൈം കുറയാനും സാധ്യത ഉണ്ട് കേട്ടോ, കുറഞ്ഞു വരുന്നത്. പക്ഷെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടത് എന്താ പറയുക, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നോ പിന്നെ വൈറ്റി സ്റ്റുഡിയോ ഓണാക്കി നോക്കി നമ്മൾ വാച്ച് ടൈം കുറഞ്ഞു പോകും, സബ് കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ചാനലാണെന്നൊക്കെ ശരിക്കും ഓർമ്മയില്ല, വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ തന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടു. പിന്നെ അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അങ്ങനെ തുറന്നത് കൊണ്ടാണോ എൻ്റെ ഈ വാച്ച് ടൈമൊക്കെ കുറഞ്ഞു പോയത്, ഫുള്ള് പോയിട്ടില്ല, കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എൻ്റെ സബ് കുറഞ്ഞു പോയത് എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അതിന് ശേഷം അജയ് ഫോർടെക്കിൻ്റെ വീഡിയോ ഞാൻ അധികം പിന്നെ ആ ചേട്ടനിടുന്ന ഫുള്ള് വീഡിയോ ഞാൻ കാണാറുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ അപ്പോൾ തന്നെ ഞാനത് ഓൺ ചെയ്ത് നോക്കൂ കേട്ടോ. ലോങ് ആണെങ്കിലും കാണും, ഷോർട്ട് ആണെങ്കിലും കാണും. അപ്പോൾ അതിലൊക്കെ കണ്ട് അതൊക്കെ വെറുതെ പറയുകയാണ്, അങ്ങനെയൊന്നും ഓണാക്കി നോക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി ഓണാക്കി നോക്കും. പിന്നെ സ്ഥിരം ഓണാക്കാൻ തുടങ്ങി. പിന്നെ പോകുന്ന കേട്ടപ്പോൾ ഞാൻ എൻ്റെ പരിപാടി എന്താ പറയുക, രാവിലെ കൃത്യം 8 മണിക്ക് ഓണാക്കും. എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരും കേട്ടോ. 8 മണിക്ക് ഓണാക്കും. പിന്നെ ഞാൻ ഓണാക്കുന്നപ്പോൾ വെച്ചാൽ രാത്രി ഒരു 8 മണിയാകുമ്പോൾ ഓണാക്കും. പിന്നെ അതിനിടയിൽ ഞാൻ ഇനി മരിക്കാമെന്നുള്ള സാധനം ഓണാക്കൂല, ഇത് പോവോന്നുള്ളൊരു ടെൻഷൻ കൊണ്ട്. അപ്പോൾ പിന്നെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഓണാക്കി നോക്കുമ്പോൾ പറയാൻ? ഓണാക്കി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ ചാനലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.